അനി ഞാൻ നിനക്ക് ഡിവോഴ്സൊക്കെ നേടിത്തരാം. പക്ഷേ ഡിവോഴ്സ് കിട്ടിയ ഉടനെ തന്നെ എന്നെ നന്ദുവിനെ ചേർത്ത് വെക്കേണ്ട ഉത്തരവാദിത്വം അത് നിന്റെ കയ്യിലാണെന്ന് അനിയോട് നമ്മുടെ നവീൻ പറയാൻ കേട്ടോ. ഇത് കേട്ട് അനിയാണെങ്കിൽ നിസ്സഹായാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം 2 ദിവസം കൂടി കഴിഞ്ഞാൽ കോടതിയിലെ വിധി വരും. ഡിവോഴ്സ് എനിക്ക് കിട്ടുമോ ഇല്ലെന്നുള്ള ആ ഒരു ടെൻഷനിലാണ് ഇപ്പോൾ നമ്മുടെ അനി നിൽക്കുന്നത്. എന്നാൽ അതിനെ തന്നെ സഹായിക്കാനായിട്ട് നവീനല്ലാതെ വേറെ ആർക്കും കഴിയത്തുമില്ല. ആ ഒരു സമയത്താണ് നവീൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ കൂടി കേൾക്കുന്നത്. അതുകൊണ്ട് അവനെ പൊട്ടിത്തെറിച്ച് ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ അനി. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അങ്ങനെ രാവിലെ അനന്തപുര തറവാട്ടിൽ പിന്നെ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നയനയും ദേവിയാനയും കൂടെ. അപ്പോൾ അനി മുറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നയന ഇപ്പോൾ പറയുന്നുണ്ട്, നാളെയല്ലേ കോടതി വിധി, നാളെയല്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, എനിക്ക് വയ്യ, എനിക്ക് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് വയ്യ, എനിക്കിപ്പോൾ ബ്രാഞ്ചിലോട്ടൊന്നും പോകാനേ തോന്നുന്നില്ല. ആദർശേട്ടനാണെങ്കിൽ അറിയാമല്ലോ, ഇപ്പോൾ ഓണം കളക്ഷൻസൊക്കെ കൂടിക്കൂടി വരികയാണ്. ജ്വല്ലറികളിലൊക്കെ തിരക്കാണ്. എൻ്റെ ബ്രാഞ്ചുകളിലൊന്നും ആൾക്കാർ കുറവാന്നൊക്കെ പറഞ്ഞിട്ട് ആദർശേട്ടൻ എന്നെ വഴക്ക് പറയുകയാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, എനിക്ക് ഡിവോഴ്സ് എൻ്റെ കയ്യിൽ കിട്ടിയാലേ എനിക്കിനി അതിലോട്ടൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ആദർശേട്ടനോട് നയനേച്ചി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, എടാ അതൊക്കെ നീ അതൊക്കെ മറന്നേക്കാം, നീ അതൊക്കെ വിട്ടേക്കാം, അതിനെക്കുറിച്ച് കൂടുതലൊന്നും ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ നവീൻ്റെ കയ്യിലല്ലേ, അറിയാലോ. നവീൻ നമ്മുടെ കുടുംബത്തെ വരെ രക്ഷിച്ചെടുത്ത ആളല്ലേ. അപ്പോൾ പിന്നെയാണോ നിനക്ക് നിസ്സാരം പോലെ അവൻ ഡിവോഴ്സ് വാങ്ങിത്തരും, എനിക്കത് ഉറപ്പുണ്ടെന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ. അതൊക്കെ ശരിയായിരിക്കാം, നമ്മുടെ കുടുംബത്തെ അവൻ രക്ഷിച്ചിട്ടുണ്ട് മുമ്പ്. പക്ഷേ ഇപ്പോൾ എനിക്ക് അവന് നല്ല ഡൗട്ടുണ്ട്. കാരണം അവൻ എൻ്റെ പെണ്ണിന് വേണമെന്നല്ലേ പറയുന്നത്. അങ്ങനെ ആദർശാണെങ്കിൽ ഇത് കേട്ടുകൊണ്ട് വന്നിട്ട്, നീ എന്താ അങ്ങനെ പറഞ്ഞത്, നിൻ്റെ പെണ്ണോ? ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ നന്ദു എൻ്റെ പെണ്ണല്ലേ, അവൻ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയല്ലേ. ഞാനും അനാമികയും തമ്മിലുള്ള ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലുള്ള പ്ലാനിങ് ഒന്നും നടക്കത്തില്ല. ഇതാവുമ്പോഴത്തേക്കും ഈ കേസിൽ കുറച്ച് ഉഴപ്പിക്കഴിഞ്ഞാൽ അനാമികയും ഞാനും തമ്മിലുള്ള ഡിവോഴ്സ് ഒന്നും നടക്കത്തില്ല. അപ്പോൾ പിന്നെ അവൻ നന്ദുവിൻ്റെ കാര്യത്തിൽ അവൻ കൂടുതലും അവന് ഫ്രീ ആയല്ലോ, ഒരു ടെൻഷനും അവൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ അവന് നല്ല ഡൗട്ടുണ്ടെന്ന് പറയാൻ കേട്ടോ. പക്ഷേ നയനയും ആദർശം പറയുന്നുണ്ട്, ഇല്ല, നവീൻ എന്തായാലും അവൻ്റെ ജോലി വെച്ചിട്ട് അവനെ ഒരു കളിയും കളിക്കത്തില്ല, അവൻ നല്ലൊരു വക്കീലാണ്, നമ്മുടെ കുടുംബത്തെ വരെ രക്ഷിച്ചിട്ടുള്ളതാണ്, എന്തായാലും നിന്നെ ഈ കാര്യത്തിൽ അവൻ രക്ഷിക്കും, ഉറപ്പാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനിയോട് പറയുന്നുണ്ട് കേട്ടോ. എനിക്കെന്തായാലും നല്ല സംശയമുണ്ട്. എന്തായാലും ഞാൻ അവനെ കാണാൻ പോകുന്നു, പോയി കാണട്ടെ എന്ന് പറഞ്ഞ് അനി ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നവീനും അനിയും കൂടെ കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. നീ ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ നവീൻ പറയുന്നുണ്ടെങ്കിലും നവീൻ തന്നെ അനിയോട് പറയുന്നുണ്ട്, എടാ ഞാൻ നിനക്ക് ഡിവോഴ്സ് എന്തായാലും നേടിത്തരിക തന്നെ ചെയ്യും. പക്ഷേ നീ എൻ്റെയും നന്ദുവിൻ്റെയും കാര്യത്തിൽ അറിയാലോ, ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ടെന്ന് പറയാൻ കേട്ടോ. അനിയാണെങ്കിൽ നവീൻ പറയുന്നതിന് തിരിച്ച് മറുപടി ഒന്നും പറയാനാവാതെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഭയങ്കര ടെൻഷനിലാണ് അവൻ. എങ്ങനെയെങ്കിലും അനാമികയായിട്ടുള്ള ഡിവോഴ്സ് കിട്ടണം, അതെല്ലാം ഇപ്പോൾ ഒരു ഈശ്വരന് തുല്യമായിട്ടാണ് ഇപ്പോൾ നവീൻ അനിയുടെ മുൻപിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു എതിർത്ത് പറയാണ്. കാരണം നന്ദുവിനെക്കുറിച്ച് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ നവീൻ സംസാരിക്കുമ്പോൾ തന്നെ പെണ്ണിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ദേഷ്യമൊക്കെ ഇങ്ങനെ ഉള്ളിൽ കടിച്ചമർത്തി നിൽക്കുകയാണിങ്ങനെ അനി. ഇതിനിടയിൽ കനക നവീന് ഫോണിൽ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കനക പറയാണ്, മോനെ, എൻ്റെ ഒരു ആകാംക്ഷ കൊണ്ടാണ് ഞാൻ മോനെ ഇപ്പോൾ വിളിക്കുന്നത്. മോനെ, കാര്യങ്ങളൊക്കെ എന്തായി, മോൻ്റെ അമ്മയോട് സംസാരിച്ചോ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. നവീനാണെങ്കിൽ കനകയോട്, അത് പിന്നെ ഞാൻ അമ്മയോട് ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല, സമയം ആവട്ടെ എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അറിയാമല്ലോ, അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്നൊന്നും അത്ര താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയോട് ഇതിനെപ്പറ്റി സംസാരിച്ചില്ല. അപ്പോൾ കനക പറയുന്നുണ്ട്, മോൻ്റെ അച്ഛൻ പറഞ്ഞ അമ്മ കേൾക്കത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അച്ഛന് എപ്പോഴും അമ്മയുടെ ഇഷ്ടമാണ് അച്ഛൻ നോക്കുന്നത്. അതുകൊണ്ട് അച്ഛനെ സപ്പോർട്ട് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അച്ഛനോട് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം മുത്തശ്ശനോട് പറയാതിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മുത്തശ്ശൻ്റെ കാര്യം നവീൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തടിതപ്പാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ നവീൻ്റെ മനസ്സിൽ നന്ദുവിനോടൊരു പ്രണയം ഉണ്ടായിരുന്നൊക്കെയുള്ള ശരിയാണ്. പക്ഷേ അനിയും നന്ദുവും തമ്മിൽ സ്നേഹം ആണെന്ന് നമ്മുടെ നവീൻ തിരിച്ചറിഞ്ഞതോടുകൂടി ആ ഒരു ടോപ്പിക്ക് തന്നെ അവൻ വിട്ടു. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ പുറത്തുനിന്ന് വേറൊരാൾ വന്ന് നമ്മുടെ നന്ദുവിനെ കല്യാണം കഴിക്കുന്നതിനെക്കാട്ടി
നല്ലത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഡ്രാമയിലൂടെ പോവുകയാണെങ്കിൽ നന്ദുവിനും എനിക്കും കുറച്ച് സാവകാശം കിട്ടും. അല്ലെങ്കിൽ കനകയുടെ സ്വഭാവം വെച്ചിട്ട് വേറൊരു പയ്യനെ തിരക്കും, പിന്നെ നന്ദുവിന് ഒരുപാട് പ്രഷറാകും. അതൊക്കെ ഓർത്തിട്ട് നമ്മുടെ നവീൻ ഇങ്ങനെ അഭിനയിച്ച് ഡ്രാമയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കനകയോട് നന്ദുവിനെ എനിക്ക് താല്പര്യമില്ല എന്നൊന്നും പറയുന്നില്ല അവൻ. അങ്ങനെ അവൻ ഞാൻ പെട്ടെന്ന് വീട്ടിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, ഞങ്ങൾ ഉടനെ തന്നെ വരാം ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ ഇങ്ങനെ കട്ടാക്കുന്നത് അവൻ. എന്നിട്ട് അവൻ തന്നെ പറയുന്നുണ്ട്, അതുമല്ല കനകയുടെ സംസാരത്തിൽ, കാരണം 2 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനിയും അനാമികയും തമ്മിലുള്ള ആ ഒരു ഡിവോഴ്സും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നന്ദുവിൻ്റെ കാര്യത്തിൽ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്കാകും. ആ ഒരു ടെൻഷനും കൂടി നമ്മുടെ കനകയുടെ ഉള്ളിലുണ്ട് കേട്ടോ. കാരണം ഇതുവരെ മറ്റൊരു, അതായത് അവന്തികയുമായിട്ടുള്ള വിവാഹ പിന്നെ നിശ്ചയം വരെ മുടങ്ങിയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അനാമികയായിട്ടുള്ള ഡിവോഴ്സ് അങ്ങനെ തന്നെ കിടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എങ്ങാനും പിന്നെ ഇവരിനി കടുത്ത തീരുമാനത്തിലേക്ക് വല്ലതും പോകുമോ, നന്ദുവും അനിയും വല്ല രജിസ്റ്റർ മാരേജ് വല്ലതും ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ കൂടി കനകയുടെ മനസ്സിലുണ്ട്. എന്നാലും മുത്തശ്ശൻ അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹാലോചന പെട്ടെന്ന് നടത്തിയാൽ മതി, കല്യാണം അവരുടെ നടന്നാൽ മതി എന്നൊരു കാര്യം കൂടെ കനകയുടെ ഒരു ഇതിലാണ് ഇപ്പോൾ നമ്മുടെ കനകയുടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ആ ഒരു കുടുംബത്തിലേക്ക്, അതായത് അനന്തപുരം തറവാട്ടിലേക്ക് എന്തായാലും നന്ദുവിനെ വിടാനായിട്ട് കനകയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. കാരണം 2 മക്കളുടെയും വിവാഹ ജീവിതം കഴിഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥ അങ്ങനെ ആയിരുന്നല്ലോ. അപ്പം ഇളയാളുടെ കൂടെ ജീവിതം അങ്ങനെ ആവണ്ട എന്ന് കരുതിയിട്ടായിരിക്കും കനക ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവിടെ മനസ്സിങ്ങനെ ഉറച്ചു പോയത്. ഇനി ഇതിൽ മാറ്റം ഉണ്ടാകില്ല എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ ഇരിക്കണം. എന്തായാലും നമ്മുടെ നവീൻ എന്തായാലും ഈ ഒരു ഡ്രാമയിലൂടെ തന്നെ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം വേറൊരു ആൾ പുറത്തുനിന്ന് വന്ന് നമ്മുടെ നന്ദുവിൻ്റെ അനിയുടെ പ്രഷർ കൂട്ടണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. കോടതി വിധിയുടെ അന്ന് തന്നെ നവീൻ നന്ദുവിനെ വന്ന് കാണുന്നുണ്ട് കേട്ടോ സ്റ്റേഷനിൽ. അപ്പോൾ നവീൻ വരുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ നന്ദുവിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ചളുപ്പുണ്ട്. കാരണം ഈ ഒരു പ്രപ്പോസൽ കഴിഞ്ഞതിന് പിന്നെ നവീനെ ഫേസ് ചെയ്യാനായിട്ട് നന്ദുവിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നന്ദുവിൻ ചിരിച്ച മുഖത്തോടു കൂടി തന്നെയാണ് എണീറ്റ് നവീനിട്ട് വന്ന് പറയുന്നത്, ഇന്ന് കോടതിയിൽ പോകേണ്ടതല്ലേ. അതെ, അതിന് മുന്നേ എനിക്ക് നന്ദുവിനെ ഒന്ന് കാണണമെന്ന് തോന്നി. അറിയാമല്ലോ, ഞാൻ വീട്ടിൽ നന്ദുവിൻ്റെ എൻ്റെയും കാര്യം അമ്മയോട് അവതരിപ്പിച്ചു. കനകാൻറ്റി എന്നെ ഇന്നലെ ഫോൺ ചെയ്തായിരുന്നു. കനകാൻറ്റിക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വിവാഹം നടത്താനാണ് ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ നന്ദുവിനോട് പറയാൻ കേട്ടോ. പക്ഷെ നന്ദു അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ നവീനോട്, അറിയാമല്ലോ നയനേച്ചിയുടെ അമ്മ ദേവയാനി, അതായത് അമ്മായിയമ്മ, ആദർശേട്ടൻ്റെ അമ്മ, ആദ്യമൊന്നും നയനേച്ചി തീരെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെയാണ് അതായത് നയനേച്ചിയെ ഒരു കരൾ വരെ കൊടുക്കേണ്ടി വന്നു ആ ഒരു ഇഷ്ടം പിടിച്ച് കിട്ടാനായിട്ട്. അപ്പോൾ നവീനോട് തന്നെ പറയുന്നുണ്ട്, അങ്ങനെ എന്തായാലും നന്ദുവിന് ആ ഒരു അവസ്ഥയൊന്നും എന്തായാലും നന്ദുവിന് വരത്തില്ല. ഞാൻ എന്തായാലും എൻ്റെ അമ്മയെ നല്ല മനസ്സോടുകൂടി തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നല്ല സന്തോഷത്തോടു കൂടി തന്നെ ആയിരിക്കും നന്ദു എൻ്റെ വീട്ടിലേക്ക് കടന്നു വരിക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നന്ദുവിന് പറയണമെന്നുണ്ട്, നവീനോട് പറയണമെന്നുണ്ട്, നവീനേട്ടാ എനിക്ക് അനിയെ ഇഷ്ടമാണെന്നുള്ളൊരു കാര്യം പറയണമെന്നൊക്കെ ഉണ്ട്. ഇനി എങ്ങാനും തൻ്റെ ഇഷ്ടം ഇനി നവീനോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അനിയുടെ കാര്യത്തിൽ എന്തായാലും ഒരു ഉഴപ്പ് വല്ലതും വരുത്തി കഴിഞ്ഞ് അവന് ഡിവോഴ്സ് നേടിക്കൊടുക്കാതിരുന്നാലോ, അതുകൊണ്ട് നമ്മുടെ നന്ദു ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. അങ്ങനെ നവീനേട്ടനോട് പറയുന്നുണ്ട്, നവീനേട്ടൻ എന്തായാലും കോടതിയിൽ നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കണം കേട്ടോ, ഒരു സന്തോഷ വാർത്ത തന്നെ ആയിരിക്കണം. അറിയാലോ അനി ഭയങ്കര ടെൻഷനിലാണെന്നൊക്കെ പറയണം. അങ്ങനെ നല്ല ഒരു നമുക്ക് വിജയം തന്നെ കൊണ്ടേ ഞാൻ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നവീൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കോൺസ്റ്റബിൾ ആണെങ്കിൽ നവീനെ കണ്ടിട്ട് പറയുന്നുണ്ട്, സാറേ ഞാൻ മുമ്പ് പറഞ്ഞതൊക്കെ സാറ് മറന്നുപോയോ, അനി സാറും ഇവിടുത്തെ നന്ദു സാറും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അത് സാറങ്ങാനിനെ നന്ദു സാറിനോട് പറഞ്ഞു കൊടുത്തായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നവീനാണെങ്കിൽ, എടോ അതൊക്കെ ചുമ്മാതെയാണ്, അവർ നല്ല ഫ്രണ്ട്സാടോ, തനിക്കറിയാവോ ഞാനും നന്ദുവും തമ്മിലുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടക്കാൻ പോവാന്ന് ആ കോൺസ്റ്റബിളിനോട് പറയാൻ കേട്ടോ. കോൺസ്റ്റബിൾ ആണെങ്കിൽ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ നന്ദുവിനോട് വന്ന് പറയുകയാണ്. അപ്പോൾ നന്ദു വഴക്ക് പറയാണ്, തനിക്കൊന്നും വേറെ ജോലിയൊന്നും ഇല്ലാടോ എന്ന് പറയുമ്പോഴത്തേക്കും, അയ്യോ സാറേ ഞാനായിട്ട് അങ്ങോട്ടൊന്നും ചോദിച്ചൊന്നുമല്ല, നവീൻ സാർ ഇങ്ങോട്ട് വന്ന് പറയുമായിരുന്നു നിങ്ങൾ തമ്മിലുള്ള കല്യാണമൊക്കെ ഉറപ്പിച്ചു എന്നൊക്കെ പറയാൻ കേട്ടോ. ഒന്ന് ഇറങ്ങി പോടോ എന്ന് പറഞ്ഞിങ്ങനെ ചൂടായിട്ട് നമ്മുടെ നന്ദു ദേഷ്യം കൊണ്ട് ഇങ്ങനെ കസേരയിൽ മാറി ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ.